ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചു. കെ. സുരേന്ദ്രൻ്റെ ഏകാധിപത്യ പ്രവണതയും നേതൃത്വ ശേഷി ഇല്ലായ്മയുമാണ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്തിയതെന്നും തിരുവനന്തപുരം അടക്കമുള്ള വിജയസാധ്യതയുള്ള കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തിയതെന്നുമാണ് കത്തിലെ ഉള്ളടക്കം. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടർന്നാൽ ബി.ജെ.പിയുടെ തകർച്ച പൂർണ്ണമാകുമെന്ന് കത്തിൽ പറയുന്നു. മാത്രമല്ല, കോർ കമ്മിറ്റികൾ ചേരാതെ സുരേന്ദ്രൻ ഏകാധിപത്യ നടപടികൾ എടുക്കുകയായിരുന്നു. തൻ്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റി മത്സരിപ്പിക്കാൻ സുരേന്ദ്രൻ ശ്രമിച്ചു. ഈ ശ്രമമാണ് ബി.ജെ.പിയുടെ അനിവാര്യമായ പതനത്തിന് കാരണമായി മാറിയത്. ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നായിരുന്നു ധാരണ. അതിനുള്ള ശക്തിയും ശേഷിയും ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച പാളിച്ചകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് ബി.ജെ.പിയെ പരാജയപ്പെടുത്തി. മാത്രമല്ല, ഈ നിലയിൽ ബി.ജെ.പി. തുടർന്നാൽ കേരളത്തിൽ ബി.ജെ.പി. നശിക്കുമെന്നും ബി.ജെ.പിയുടെ നാശത്തിന് കെ. സുരേന്ദ്രൻ കാരണമാകുമെന്നും ശോഭാ സുരേന്ദ്രൻ, കൃഷ്ണദാസ് പക്ഷങ്ങൾ കത്തിൽ ആരോപിക്കുന്നു. ഇതോടുകൂടി ബി.ജെ.പിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. ബി.ജെ.പിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ്. കെ. സുരേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ദേശീയ നേതൃത്വം ഉറ്റുനോക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിയെക്കുറിച്ച് പറഞ്ഞത് UDF-ഉം LDF-ഉം ഒത്തു കളിച്ചതുകൊണ്ടാണ് ബി.ജെ.പി. പരാജയപ്പെട്ടത് എന്നാണ്. എന്നാൽ അതല്ല സത്യം എന്ന് സുരേന്ദ്രന് അറിയാം. സുരേന്ദ്രൻ തനിക്ക് ഇഷ്ടപ്പെട്ട നേതാക്കളെ തിരികെ കയറ്റി മത്സരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയിലെ സംസ്ഥാന നേതാവായ S. സുരേഷ് അടക്കം തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടു. തിരുവനന്തപുരത്തെ ബി.ജെ.പി. പ്രസിഡന്റ് VV രാജേഷ് ജയിച്ചത് മാത്രമാണ് സുരേന്ദ്രന് ഏക ആശ്വാസം. പ്രതീക്ഷിച്ച പല വാർഡുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല. പ്രതീക്ഷിച്ച പല വാർഡുകളും ബി.ജെ.പിയിൽ നിന്ന് LDF പിടിച്ചെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീപരാഹം അടക്കമുള്ള വാർഡുകൾ ബി.ജെ.പിയിൽ നിന്ന് LDF പിടിച്ചെടുത്തത് ബി.ജെ.പി. കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തി. ഇതാണ് സുരേന്ദ്രൻ്റെ വീഴ്ച. സുരേന്ദ്രൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങൾ കത്തയച്ചിരിക്കുന്നത്. സുരേന്ദ്രനെ മാറ്റിയില്ലെങ്കിൽ തങ്ങൾ ബി.ജെ.പിയിൽ ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് ഇവർ നൽകി കഴിഞ്ഞു. സുരേന്ദ്രനെ മാറ്റിയില്ലെങ്കിൽ കേരളത്തിലെ ബി.ജെ.പി. നാമാവശേഷമാകുമെന്ന മുന്നറിയിപ്പ് ഇവർ നൽകി കഴിഞ്ഞു. ഇന്ത്യയാകെ ബി.ജെ.പിക്ക് അനുകൂലമായ തരംഗം നിലനിൽക്കുമ്പോൾ ബി.ജെ.പിക്ക് അനുകൂലമായ തരംഗത്തിൽ കേരളം എന്തുകൊണ്ട് ഉൾപ്പെടുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. കേരളത്തിൽ ബി.ജെ.പിക്ക് വോട്ടല്ല ഉള്ളത്, വോട്ട് ബാങ്കുകളാണ്. കേരളത്തിൽ ബി.ജെ.പിക്ക് പാർട്ടി ഗ്രാമങ്ങളുണ്ട്. കേരളത്തിൽ ബി.ജെ.പിയുടേതായ കേഡർ സംവിധാനമുണ്ട്. മാത്രമല്ല, RSSൻ്റെ ശക്തമായ പിന്തുണയുമുണ്ട്. ഇങ്ങനെ എല്ലാ പിന്തുണയും ഉണ്ടായിട്ടും ബി.ജെ.പിക്ക് കേരളത്തിൽ മുന്നേറാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ ബി.ജെ.പി. മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ച വാർഡുകളിലെല്ലാം പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കെ. സുരേന്ദ്രനെ മാറ്റിയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സമ്പൂജ്യരായിത്തീരും എന്ന് കത്തിൽ സൂചിപ്പിക്കുന്നു. ഇതോടുകൂടി ബി.ജെ.പിയിൽ പൊട്ടിത്തെറി നടന്നിരിക്കുകയാണ്. ബി.ജെ.പിയിൽ വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. വിവിധ ഗ്രൂപ്പുകൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നു. ബി.ജെ.പിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവ വികാസം അരങ്ങേറുന്നത്. മാത്രമല്ല, മുതിർന്ന ബി.ജെ.പി. നേതാവ് O. രാജഗോപാൽ പറഞ്ഞതും ശ്രദ്ധേയമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബി.ജെ.പി. നേതൃത്വം പരാജയപ്പെട്ടു. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇടതുപക്ഷം ഹൈജാക്ക് ചെയ്തു. ഇടതുപക്ഷം അത് ഹൈജാക്ക് ചെയ്യുമ്പോൾ ബി.ജെ.പി. നിസ്സംഗതയോടെ നോക്കി നിന്നു. അതുകൊണ്ടാണ് ബി.ജെ.പി. പരാജയപ്പെട്ടതെന്നാണ് O. രാജഗോപാൽ പറഞ്ഞത്. മാത്രമല്ല, ബി.ജെ.പിക്ക് ഒത്തൊരുമ നഷ്ടപ്പെട്ടുവെന്നും O. രാജഗോപാൽ സൂചിപ്പിച്ചു. ഇടതുപക്ഷത്തിൻ്റെ അഴിമതിയും രാജ്യദ്രോഹ കുറ്റവും മാത്രം പ്രചരണ ആയുധമാക്കിയ ബി.ജെ.പി. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബി.ജെ.പിയോട് അടുക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെയാണ് ബി.ജെ.പിയുടെ പരാജയത്തിന് കാരണമെന്നാണ് O. രാജഗോപാൽ പറഞ്ഞത്. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF-ന് പിന്നാലെ ബി.ജെ.പിയിലും വിഴുപ്പലക്കൽ തുടങ്ങിയിരിക്കുന്നു. കെ. സുരേന്ദ്രനെ മാറ്റണമെന്ന് ശോഭാ സുരേന്ദ്രൻ, കൃഷ്ണദാസ് പക്ഷങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. O. രാജഗോപാലും പറയാതെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും കെ. സുരേന്ദ്രൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു.